കയ്യിലിരിപ്പ് കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എയറിലായിരിക്കുകയാണ് നടൻ അജ്മൽ അമീർ. എന്തിന്? എന്നാൽ നമ്മൾ നോക്കാൻ പോണത് അജ്മൽ അമീർ ഏതൊക്കെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും പടം വിജയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര എണ്ണം പൊട്ടിപ്പൊളിഞ്ഞ് പ്രൊഡ്യൂസർക്ക് പണി കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാനാ 2005 റിലീസായ ഫെബ്രുവരി 14 എന്ന തമിഴ് സിനിമയിലൂടെയാണ് അജ്മൽ അമീർ സിനിമ അഭിനയത്തിലേക്ക് വരുന്നത്. രേണുക മേനോൻ, ഭരത് എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിലെ വിക്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അഭിനയം തുടങ്ങിയത്. ഇനി അജ്മലിന്റെ രണ്ടാമത്തെ പടം തന്നെ മലയാള സിനിമയായിരുന്നു. ഉദയ് ആനന്ദൻ സംവിധാനം ചെയ്ത് 2007 റിലീസായ പ്രണയകാലം എന്ന സിനിമയായിരുന്നു അത്. ഈ സിനിമയിൽ രഞ്ജിത്ത് എന്ന കഥാപാത്രമായിട്ടാണ് അജ്മൽ അമീർ എത്തിയത്. വിമലാരാമനായിരുന്നു മറ്റു പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തത്. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അജ്മലിന്റെ അടുത്ത മലയാള പടം റിലീസാവുന്നത് 2008 ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, അജ്മൽ അമീർ, സിദ്ദീഖ്, കാവ്യ മാധവൻ, മല്ലിക കപൂർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ മാടമ്പി എന്ന സിനിമയായിരുന്നു. പുത്തൻ വീട്ടിൽ രാമകൃഷ്ണപിള്ള എന്ന കഥാപാത്രമായിട്ടാണ് അജ്മൽ ഈ സിനിമയിൽ വരുന്നത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും അത്യാവശ്യം നല്ല അഭിപ്രായം ലഭിച്ചിരുന്നു. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ആണല്ലോ. ബി ഉണ്ണികൃഷ്ണൻ സിനിമകൾ അങ്ങനെ അധികം വിജയിക്കാറില്ലല്ലോ. പക്ഷേ ഇതെന്തോ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. അജ്മലിന്റെ അടുത്ത പടം ഇറങ്ങുന്നത് 2010 ഈ പടം ഇറങ്ങിയോ എന്ന് പോലും അറിയില്ല. ശബരി എന്നാണ് ഈ സിനിമയുടെ സംവിധായകന്റെ പേര്. ഈ സിനിമയിൽ അജ്മൽ അമീറിനോടൊപ്പം ഔരോഷിക, VK ശ്രീരാമൻ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ സിനിമ വന്നതും പോയതും പ്രേക്ഷകരോ തിയേറ്ററോ ആരും അറിഞ്ഞിട്ടില്ല. സിനിമ 150% വമ്പൻ പരാജയമായിരുന്നു. ഇയാൾ അഭിനയിച്ച അടുത്ത കൂതറപ്പടം പുറത്തിറങ്ങുന്നത് 2011 സിനിമയുടെ പേര് ലക്കി ജോക്കേഴ്സ് എന്നാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് സുനിലാണ്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആളുകളുടെ പേര് കേട്ടാൽ തന്നെ അറിയാം സിനിമ അഡ്വാൻസ് ആയിട്ട് പൊട്ടുവന്ന്. അനൂപ് മേനോന്, അജ്മൽ അമീർ, സുരാജ് വഞ്ഞാറമൂട്, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരൊക്കെയായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഒരുപാട് ചളി കോമഡികളുള്ള ഈ കോമഡി സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമാണ് ലഭിച്ചത്. സിനിമ അഡ്വാൻസ് ആയിട്ട് തന്നെ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു. അടുത്ത പടം ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ 2012 റിലീസായ അരികെ എന്ന സിനിമയാണ്. ദിലീപായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സമൃദ്ധ സുനിൽ, മമത മോഹൻദാസ്, വിനീത്, അജ്മൽ അമീർ, ശ്രീനാഥ് ബാസി, ഇന്നസെന്റ് ഇങ്ങനെ വലിയ ടീം ഈ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും അത്ര നല്ല അഭിപ്രായമല്ല ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിലൊരു പരാജയമായിരുന്നു. അടുത്തത് അജ്മൽ അമീർ 2013 തകർത്തഭിനയിക്കാൻ വേണ്ടി മലയാളത്തിലേക്ക് വരുന്നത്. ഡോക്ടർ സുവീദ് വിൽസന്റെ സംവിധാനത്തിൽ 2013 പുറത്തിറങ്ങിയ ബാംഗിൾസ് എന്ന സിനിമയായിരുന്നു അത്. അജ്മൽ അമീർ തന്നെയായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പൂനം കൗർ, അർച്ചന കവി, തിലകൻ എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ നല്ല രീതിക്ക് തന്നെ അഭിനയിച്ചു കാണിച്ചു. ത്രില്ലർ വിഭാഗത്തിൽ എന്ന് പറയപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് പക്ഷേ വളരെ മോശം അഭിപ്രായമൊക്കെയാണ് ലഭിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ദുരന്തമായിരുന്നു. അടുത്ത അജ്മലിന്റെ പടം 2015 മലയാളത്തിൽ റിലീസാവുന്നത്. മോഹൻലാൽ നായകനായെത്തി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലോഹം എന്ന സിനിമയായിരുന്നത്. രഞ്ജി പണിക്കർ, സിദ്ദീഖ്, ആൻഡ്രിയ ജെർമിയ, അബു സലീം, അജ്മൽ അമീർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അഴകൻ പെരുമാൾ എന്ന കഥാപാത്രമായിട്ടാണ് അജ്മൽ ഈ സിനിമയിൽ തകർത്ത് അഭിനയിച്ചത്. പ്രേക്ഷകരിൽ നിന്നും ഒരു ആവറേജ് അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടിയിട്ടുണ്ട്. അടുത്ത പടം പുറത്തിറങ്ങുന്നത് 2015 തന്നെയാണ്. ഷാഫിയുടെ സംവിധാനത്തിൽ ദിലീപ് നായകനായി മമത മോഹൻദാസും തകർത്തഭിനയിച്ച് പുറത്തിറങ്ങിയ 2 കൺട്രീസ് എന്ന കോമഡി സിനിമയാണ്. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമാണ് ലഭിച്ചത്. അജ്മൽ ഈ സിനിമയിൽ ഉല്ലാസ് കുമാർ എന്ന കഥാപാത്രമായിട്ടാണ് എത്തിയത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായിരുന്നു. 12 കോടി മുതൽ മുടക്കി നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 55 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. അടുത്ത പടം 2015 പുറത്തിറങ്ങിയ ബെൻ എന്നൊരു കൊച്ചു പടമാണ്. ഈ സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസിലാണ് നമ്മുടെ ഈ പറഞ്ഞ നായകൻ എത്തുന്നത്. ഗൗരവ് മേനോൻ, സുരാജ് വഞ്ഞാറമൂട്, അഞ്ജലി നായർ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിലേക്കൊരു ഗസ്റ്റ് റോളിലാണ് ഇയാൾ എത്തുന്നത്. പക്ഷേ ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ പറ്റിയില്ല. നിരൂപകരിൽ നിന്നൊക്കെ നല്ല അഭിപ്രായം കിട്ടിയിരുന്നു. ഈ 2015 പടത്തോടുകൂടി അജ്മൽ അമീറിന് പിന്നെ മലയാളത്തിൽ അവസരമില്ല. മലയാളത്തിൽ അജ്മൽ അമീർ ഒരു പടവുമായി വരുന്നത് പിന്നീട് 2021
പടത്തിൻ്റെ പേര് ക്ഷണമെന്നാണ്. സുരേഷ് ഉണ്ണിത്താനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ലാല്, ഭരത്, അജ്മൽ അമീർ എന്നിവരായിരുന്നു. എന്നാൽ ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് നല്ല അഭിപ്രായമല്ല ലഭിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിലൊരു ദുരന്തമായിരുന്നു. അങ്ങനെ 2015 ശേഷം 2021 അജ്മൽ അമീർ എത്തിയപ്പോൾ അതും ഒരു ദുരന്തത്തിൽ കലാക്ഷിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. ഈ പറഞ്ഞ നടൻ്റെ അടുത്ത പടം പുറത്തിറങ്ങുന്നത് 2022 സിനിമയുടെ പേര് 10ാം വളവ് എന്നായിരുന്നു. സിനിമ സംവിധാനം ചെയ്തത് M. പത്മകുമാർ ആയിരുന്നു. സിനിമയിലെ പ്രധാന നടന്മാർ സുരാജ് വഞ്ഞാറമൂട്, ഇന്ദ്രജിത്ത്, അതിഥി രവി, സ്വാസിക എന്നിവരൊക്കെയായിരുന്നു. അജ്മൽ അമീർ ഈ സിനിമയിലൊരു കോൺസ്റ്റബിളിൻ്റെ വേഷത്തിലാണ് എത്തിയത്. കോൺസ്റ്റബിൾ വരത്തൻ എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേര്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമക്കും പക്ഷേ ബോക്സ് ഓഫീസിൽ എന്തോ വിജയിക്കാൻ പറ്റിയില്ല. അടുത്ത പടം 2022 നമ്മുടെ ജോഷി സാറ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായെത്തിയ പാപ്പൻ എന്ന പടമായിരുന്നു. നീത പിള്ള, ഗോകുൽ സുരേഷ്, വിജയരാഘവൻ, ആശാ ശരത്ത്, നൈല ഉഷ, കനിഹ തുടങ്ങി വലിയൊരു ടീം ഈ സിനിമയിലുണ്ടായിരുന്നു. അജ്മൽ അമീർ ഈ സിനിമയിലൊരു കഥാപാത്രമായിട്ടാണ് എത്തിയത്. ഈ സിനിമയ്ക്ക് വളരെ നല്ല അഭിപ്രായം പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചു. സിനിമ ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി രാഷ്ട്രീയമൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് ഇന്നത്തെ അവസ്ഥയല്ലായിരുന്നു. അതുകൊണ്ട് സിനിമ വിജയിച്ചു. ആ പടം ഇന്നായിരുന്നെങ്കിൽ ചിലപ്പം പരാജയപ്പെട്ടേനെ. അടുത്ത പടം 2022 തന്നെ പുറത്തിറങ്ങി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ഗോൾഡ് എന്ന സിനിമയാണ്. ഈ സിനിമയിലെ നായകനായി എത്തിയത് പൃഥ്വിരാജ് ആയിരുന്നു. മറ്റു കഥാപാത്രങ്ങളെ നയൻതാര, ദീപ്തി സതി, മല്ലിക സുകുമാരൻ, ബാബുരാജ്, ലാലു അലക്സ് അങ്ങനെ വലിയൊരു ടീമുണ്ടായിരുന്നു. പക്ഷേ നയൻതാരനെ വരെ കൊണ്ടുവന്നിട്ടും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ പറ്റിയില്ല. വളരെ മോശം അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ തിയേറ്ററിലൊരു ഡിസാസ്റ്റർ ആയിരുന്നു. അടുത്ത സിനിമ അഭ്യൂഹം. അഖിൽ ശ്രീനിവാസ് എന്നാണ് സിനിമയുടെ സംവിധായകൻ്റെ പേര്. ഈ സിനിമയിൽ അജ്മൽ അമീറിനോടൊപ്പം രാഹുൽ മാധവ്, കോട്ടയം നസീർ, ജാഫർ ഇടുക്കി, ആത്മയ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. പക്ഷേ ഈ സിനിമയും വന്നതും പോയതും ആരും അറിഞ്ഞില്ല. സിനിമ വലിയ ദുരന്തം തന്നെയായിരുന്നു 100%. അടുത്ത സിനിമ 2024 റിലീസാവുന്നത്. ദ അസ്ലി ദുരന്തം. ദുരന്തം പറഞ്ഞാൽ അജ്ഞാതി ദുരന്തം. OTTക്ക് പോലും വേണ്ടാത്ത തങ്കമണി എന്ന പടം. ദിലീപ് നായകനായ ഈ സിനിമയിൽ നീത പിള്ള, മനോജ് കെ ജയൻ, പ്രനിത സുഭാഷ് എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അല്ല, ദിലീപിൻ്റെ അധിക പടങ്ങളിലും നമ്മുടെ ഈ അജ്മൽ അമീറിനെ കാണാലോ. വലിയ പൈസയൊക്കെ മുടക്കി നിർമ്മിച്ച സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമ അതോ ഗതിയായിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ സിനിമ ദുരന്തം എന്ന് പറഞ്ഞാൽ പോരാ, ദ അസ്ലി ദുരന്തം, ദുരന്തത്തിന്മേൽ ദുരന്തം, ബോംബിന്മേൽ ബോംബായി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ബോക്സ് ഓഫീസിൽ പതിച്ചു. അടുത്ത പടം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങി ഭാവന തകർത്തഭിനയിച്ച പ്രധാന വേഷത്തിലെത്തിയ ഹണ്ട് എന്ന സിനിമയായിരുന്നു. രഞ്ജി പണിക്കർ, ചന്തുനാഥ് എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിനിമ മൊത്തത്തിൽ കൊള്ളായിരുന്നു. അജ്മൽ അമീർ, ASP, സൈറാം IPS എന്ന കഥാപാത്രമെത്തി ഈ സിനിമക്ക്. പക്ഷേ പ്രേക്ഷകരിൽ നിന്ന് തിയേറ്ററിൽ നിന്നൊക്കെ വളരെ മോശം അഭിപ്രായമാണ് ലഭിച്ചത്. സിനിമ തിയേറ്ററിൽ വൻ ദുരന്തമായി മാറി. ഹണ്ട് എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ അജ്മൽ അമീറിൻ്റെതായി സിനിമകളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പം പുറത്തിറങ്ങിയത് അയാളുടെ ഈ കോൾ റെക്കോർഡിംഗ് ആണ്. സോഷ്യൽ മീഡിയ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എയറിലായിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ഒരു കാര്യം, അജ്മൽ അമീർ അഭിനയിച്ച മിക്കവാറും സിനിമകൾ പരാജയമാണല്ലേ. അപ്പോൾ ഇത്രയുമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൺലി ഫോർ റോസ്റ്റിംഗ്.